എന്താടോ, തന്നെക്കുറിച്ച് ചില പുതിയ ന്യൂസുകൾ കേൾക്കുന്നുണ്ടല്ലോ. അതിലെന്തേലും സത്യമുണ്ടോ? മാഡം എന്താ കേട്ടത്? അതെന്റെ വായിന്ന് തന്നെ കേട്ടാലേ തനിക്ക് തൃപ്തിയാവുള്ളോ? തനിക്കെന്തെങ്കിലും ജെൻഡർ ഇഷ്യൂസ് ഉണ്ടോ? എന്താ നീ മിണ്ടാത്തത്? ചോദിച്ചത് കേട്ടില്ലേ? ഞാനൊരു ട്രാൻസ്ജെൻഡറാണ്, ട്രാൻസ്മാൻ. ട്രാൻസ്മാൻ? ഈ കോലം കെട്ടൊക്കെ അതിന്റെ ഭാഗമായിരിക്കും അല്ലേ? ഈ കാര്യം തന്റെ വീട്ടിലറിയോ? അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തായിരുന്നു അവരുടെ പ്രതികരണം? കമോൺ, ആൻസർ മീ. അവര് തന്റെ ഈ തീരുമാനത്തെ അക്സെപ്റ്റ് ചെയ്തോ? ഇല്ല, അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്ന് കരുതി ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാൻ ഉദ്ദേശിക്കുന്നില്ല മാഡം. ഒരാണായിട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹോ, അതൊരു വല്ലാത്ത ആഗ്രഹമായിപ്പോയി. ബാക്കിയുള്ളവർക്ക് തലവേദന ഉണ്ടാക്കാനായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ? ദേ നോക്ക്, ഇതൊന്നും ഇവിടെ പറ്റില്ല. പെൺകുട്ടിയായി തുടർന്നും ക്യാമ്പസിൽ വരാൻ പറ്റുമെങ്കിൽ മാത്രം റെഗുലർ ക്ലാസ്സിൽ ഇരുന്നാ മതി. ഇല്ല മാഡം, ഇനി അതും പറ്റില്ല. ഗേൾസ് ആരും ഈ കുട്ടി അവരുടെ കൂടെ ഇരുത്താൻ സമ്മതിക്കില്ല. ബോയ്സിന്റെ ഒപ്പം വിശ്വസിച്ചിരുത്താനും പറ്റില്ല. ഒരു കാര്യം ചെയ്, താൻ ഇനി മുതൽ റെഗുലർ ക്ലാസ്സിൽ വരണ്ട. അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ടാകാതിരിക്കാൻ ആഴ്ചയിൽ 2-3 ദിവസം വന്ന് മാർക്ക് ചെയ്തിട്ട് പൊയ്ക്കോ. അതെ, ബാക്കി പഠിത്തമൊക്കെ വീട്ടിലിരുന്ന് മതി. നോട്ട്സ് വല്ലതും വേണമെങ്കിൽ തന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ കൊടുത്തുവിടാം. സോറി മാഡം, എനിക്ക് റെഗുലർ ക്ലാസ് ഇരുന്ന് തന്നെ പഠിക്കണം. അപ്പോ ഇയാള് പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇതിലെന്താണ് ഇത്ര വലിയ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാഡം. ഞാനൊരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് എനിക്ക് റെഗുലർ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? മതി മതി, കൂടുതൽ ന്യായവും വകുപ്പും ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ഇല്ലെങ്കിലേ TC തന്ന് ഇവിടുന്ന് അങ്ങ് പറഞ്ഞു വിടും. അങ്ങനെ TC തന്ന് എന്നെ പുറത്താക്കുകയാണെങ്കിൽ മാഡം അതിന്റെ കാരണം കൂടി എനിക്ക് രേഖാമൂലം തരേണ്ടി വരും. ഓ, മനസ്സിലായി. വേണ്ടി വന്ന നീ എനിക്കെതിരെ കേസിന് പോകുന്നു, അതല്ലേ ഭീഷണി? ഭീഷണിയല്ല മാഡം, എന്നെ പോലുള്ളവർക്ക് നീതി കിട്ടണമല്ലോ. ഈ കാരണം കൊണ്ട് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ ഞാൻ കോടതിയെ സമീപിക്കും. തൽക്കാലം നീ ഒന്ന് പുറത്തു നിൽക്ക്. എന്ത് വേണമെന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. രക്ഷയില്ലല്ലോ ദേവൻ സാറേ. അവൾ അമ്പിനും വില്ലിനും അടുക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ നമ്മളീ പറഞ്ഞതേ ഉള്ളു വഴി. സെപ്പറേറ്റ് ബ്ലോക്ക് അല്ലേ? അപൂർവ, യു ക്യാൻ സിറ്റ് ദേർ. സൈലൻസ്, സൈലൻസ്. ഇനി മുതൽ അപൂർവയുടെ സീറ്റ് ഇതായിരിക്കും. ഇപ്പൊ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ആ കുട്ടിക്ക് ഞങ്ങളുടെ കൂടെ ഇരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല സാർ. നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കിലും ആ കാര്യത്തിൽ ഞങ്ങൾ ടീച്ചേഴ്സിന് അല്പം വിരോധമുണ്ട്. ഈ സെപ്പറേറ്റ് സീറ്റിലിരുത്തി പഠിപ്പിക്കാൻ ഇവളാര് VIP യോ? ഇവളല്ലടി ഇവൻ. ഓ, നോക്കടി, ഇപ്പൊ അവനെ കണ്ട ശരിക്കും ചുള്ളൻ തന്നല്ലേടി. എന്താടി മോളെ, പ്രേമം തോന്നുന്നുണ്ടോ നിനക്ക്? നോക്കടി മോളെ, ചെറുക്കൻ ഒറ്റയ്ക്ക് ഇരുത്തിയിരിക്കുന്ന കണ്ടിട്ട് അവൾക്ക് സഹിക്കുന്നില്ല. പൊടി. എന്താ എല്ലാവർക്കും ഒരു തമാശക്കളി? ഇനി ആരെങ്കിലും ട്രാൻസ്ജെൻഡർ ആയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ, അവർക്ക് സെപ്പറേറ്റ് സീറ്റ് തരാം. എന്താ വേണോ? സാർ, വിപിൻ പെണ്ണാണോന്നൊരു സംശയം.
ക്ലാസ്സിലിരിക്കാൻ താല്പര്യമില്ലേ പിന്നെ ഇവരൊക്കെ എന്തിനാ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്? ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. ആർപ്പോ 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 ഫ്രണ്ട്സ് ആൻഡ് ചങ്സ്, നമ്മുടെ ക്യാമ്പസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മുതലിനെ കിട്ടുന്നത്. ഈ മുതലിന്റെ ജെൻഡർ ഏതാണെന്ന് ഇവിടെ വെച്ച് നമ്മൾ പരസ്യമായിട്ട് പരിശോധിക്കുന്നതായിരിക്കും. നീ ആണാണോ അതോ പെണ്ണാണോ? അപ്പോ നോ നോ. സർ, എന്തു പറ്റി? ഒന്നുമില്ല. എന്താ സർ, ഇടയ്ക്ക് സ്വപ്നം വല്ലതും കണ്ടോ? ഇടയ്ക്ക് മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്തു പോയി, സോറി. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? കോൺസെൻട്രേഷൻ ആൻഡ് തോട്ട് പ്രോസസ്. കോൺസെൻട്രേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ സാറിന്റെ മൈൻഡ് എവിടെ പോയി? Then we are moving to the next level. Confidence level and self-presentation. Sorry, I am not in a good mood. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. സാറ് ക്ലാസ് ഫിനിഷ് ചെയ്ത് ഇറങ്ങിയെന്ന് കുട്ടികൾ പറഞ്ഞു. എന്തു പറ്റി സാർ? നല്ല സുഖം തോന്നുന്നില്ലേ ഫ്രാൻസിസ്? അതാ സ്റ്റോപ്പ് ചെയ്ത്. എന്താ സാർ, വൈകി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ കുഴപ്പമൊന്നും തോന്നുന്നില്ല. മനസ്സിനാകെ ഒരു വല്ലായ്മ. കുറച്ചു ദിവസമായിട്ടുണ്ടത്. ഫ്രാൻസിസേ, കുറച്ചു ദിവസത്തേക്ക് ഞാനൊന്ന് ലീവ് എടുത്താലോന്ന് ആലോചിക്കാം. അയ്യോ സാർ, ചതിക്കല്ലേ. ഈ ബാച്ചിന് 18-ാം തീയതി വരെ ക്ലാസ് വച്ചിരിക്കുക. 23rd അവരുടെ എക്സാം. അതൊരു സാർ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. സാറിന്റെ ക്ലാസ്സിൽ കുട്ടികൾ ആകെ നിരാശരാകും. അത് പിന്നെ നമ്മുടെ സ്ഥാപനത്തെ ബാധിക്കും. ഒക്കെ എനിക്കറിയാം. പക്ഷേ ക്ലാസ് എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ലെവല് പഴയതുപോലെ എനിക്ക് കിട്ടുന്നില്ല. എന്തു പറ്റി സാർ? സാറിനെ പോലെ ഒരാൾക്ക് അങ്ങനെ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഒരിക്കലും ഉണ്ടാകേണ്ടതല്ലോ. എന്ത് പറ്റിയെന്ന് എനിക്കും അറിയില്ല. ചില പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ട്, അതിൻ്റെ ആവും. ആത്മവിശ്വാസം തീരെ ഇല്ലാത്തൊരാൾ അതെങ്ങനെ നേടിയെടുക്കാമെന്നതിനെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് തന്നെ എന്തൊരു അപഹാസ്യമാണ്. നമ്മളെ വിശ്വസിച്ചെത്തുന്ന കുട്ടികളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണത്. അങ്ങനെ ഒരു കള്ളത്തരം കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല ഫ്രാൻസിസ്.
അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുത്താലോ എന്ന് ആലോചിക്കാൻ ഞാൻ. സാർ ചതിക്കരുത്. വേണമെങ്കിൽ 1-2 ദിവസം ലീവ് എടുത്തോളൂ. പക്ഷെ അതിനപ്പുറം ഒരു ബ്രേക്ക് എടുക്കുന്നതിനെ പറ്റി സാർ ഇപ്പോൾ ആലോചിക്കരുത് പ്ലീസ്. നോക്കാം ഫ്രാൻസിസ്. ഏതായാലും താനൊരു ഓപ്ഷൻ കൂടി മനസ്സ് കണ്ടേക്ക്. ഞാനൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാം. ഇറങ്ങട്ടെ. ശരി സാർ. അയ്യോ സാർ, എന്താ സാർ? എന്തു പറ്റി സാർ? എന്തു പറ്റി സാർ? വെള്ളം എടുക്ക സാർ. സാർ എന്താ സാർ? വെള്ളം എടുക്ക.